ഹായ്, ഞാൻ പ്രിയ. എല്ലാവർക്കും മാർബിൾ ഹോംസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങളെ മാർബിൾ ഹോംസ് പരിചയപ്പെടുത്തുന്ന വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ കാഞ്ഞിരമറ്റത്ത് കീച്ചേരി എന്ന് പറയുന്ന സ്ഥലത്താണ്. നമുക്ക് ബസ് റൂട്ടിൽ നിന്ന്, അതിവിടെ ബസ് റൂട്ട് തൊട്ടടുത്ത് വരുന്നത് ചാലക്കപ്പാറ ബസ് റൂട്ടാണ്. അവിടെ നിന്ന് നമുക്ക് 1 കിലോമീറ്റർ ആണ് ഈ കാണുന്ന വീട്ടിലേക്കുള്ള ദൂരം വരുന്നത്. നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. ശാന്തസുന്ദരമായി കാം ആൻഡ് ക്വയറ്റ് ആയിട്ട് താമസിക്കാൻ ഇഷ്ടപ്പെടുന്നവർക്ക്, അതും വെറും 34 ലക്ഷം രൂപയ്ക്ക്, നിങ്ങളിനകത്ത് തമ്പനയിൽ കണ്ടു, 34 ലക്ഷം രൂപയ്ക്ക് ഇതുപോലൊരു വീട് സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് എന്തുകൊണ്ടും പറ്റിയ ഒരു ഓപ്ഷനാണ്. തൊട്ടടുത്ത് വേറെ വീടുകളുടെയൊക്കെ പണികൾ നടക്കുന്നുണ്ട്. അതുകൂടാതെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, സൈഡിലൊക്കെ ആയിട്ട് വേറെയും വീടുകൾ സ്ഥിതി ചെയ്യുന്നുണ്ട്. നമുക്ക് ഈ ഒരു വീടിന്റെ മതിൽ നിങ്ങൾ കണ്ടു. നേരെ നമ്മൾ കടന്ന് ഇതിനെ ഗേറ്റ് നമുക്കൊരു സൈഡ് കംപ്ലീറ്റ് ആയിട്ട് സ്ലൈഡ് ചെയ്യാവുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. ഒരു സൈഡിലേക്ക് മാത്രമാണ് ഗേറ്റ് സ്ലൈഡ് ചെയ്യാൻ പറ്റുന്നത്. അത് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് സ്ലൈഡ് ചെയ്യാം. ഈ ഒരു രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. ചെറിയ ബഡ്ജറ്റിലാണ്, ഒറ്റ നില വീടാണ്, സിംഗിൾ സ്റ്റോറി ആയിട്ടാണ് ഈ കാണുന്ന ഒരു വീട് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്കറിയാം, ഈ ഒരു ഭാഗങ്ങളിലേക്കൊക്കെ, ഈ ഒരു കാഞ്ഞിരമറ്റം കീച്ചേരി ഭാഗങ്ങളിലേക്കൊക്കെ ഒരുപാട് പേര് നമ്മളോട് വീടുകൾ ചോദിക്കാറുണ്ട്. അതും ഒറ്റ നില വീടുകൾക്ക് ആവശ്യക്കാർ ഒരുപാട് പേരുണ്ട്. നിങ്ങൾക്ക് എന്തുകൊണ്ടും പറ്റിയ ഒരു ചോയ്സാണ്. ഗേറ്റ് തുറന്നിട്ട് നമ്മൾ നേരെ കടക്കുമ്പോൾ വലിയൊരു വിശാലമായ മുറ്റമാണ് കാണാൻ പറ്റുന്നത്. നമുക്ക് ഇവിടെ നിന്ന് ഓരോ സ്ഥലങ്ങളിലേക്കുള്ള ദൂരമൊക്കെ നോക്കുവാണെങ്കിൽ കാഞ്ഞിരമറ്റം റെയിൽവേ സ്റ്റേഷനിലേക്ക് 4.9 കിലോമീറ്റർ ആണ് ഇവിടെ നിന്നുള്ള ദൂരം വരുന്നത്. മുളന്തുരുത്തിയിലേക്ക് നോക്കുവാണെങ്കിൽ 9.2 കിലോമീറ്ററും തൃപ്പൂണിത്തുറയിലേക്ക് 17 കിലോമീറ്ററുമാണ് ദൂരം വരുന്നത്. എയർപോർട്ടിലേക്ക് നോക്കുവാണെങ്കിൽ 49 കിലോമീറ്ററുമാണ് ഡിസ്റ്റൻസ് വരുന്നത്. മെയിൻ ഗേറ്റ് തുറന്നിട്ട് നമ്മൾ നേരെ കയറി വരുന്നത് വലിയ വിശാലമായൊരു മുറ്റത്തേക്കാണ്. മുറ്റത്തിന്റെ ഈ ഇത്രയും ഭാഗത്തോളം നമുക്ക് ഭംഗിയായിട്ടുള്ള ടൈൽ ഇട്ടിട്ടുണ്ട്. ബാക്കി വരുന്ന ഭാഗങ്ങളെല്ലാം തന്നെ ബേബി മെറ്റലാണ് വിരിച്ചിരിക്കുന്നത്. 6 കാറുകൾ വരെ പാർക്ക് ചെയ്യാനുള്ള പാർക്കിംഗ് സ്പേസ് ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഈ കാണുന്ന ടൈൽ ഇട്ട സ്പേസിൽ 3 കാറുകൾക്കും അവിടെ നമുക്കൊരു 3 കാറുകൾക്കും ടോട്ടൽ 6 കാറുകൾക്ക് വരെ പാർക്ക് ചെയ്യാനുള്ള പാർക്കിംഗ് സ്പേസ് ആണ് ഈ ഒരു വീട്ടിൽ നമുക്ക് കിട്ടുന്നത്. 6.5 സെന്റ് സ്ഥലത്ത് 1200 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂമുകളോട് കൂടിയിട്ടാണ് ഈ കാണുന്ന ഒരു വീട് ചെയ്തിരിക്കുന്നത്. വീടിന്റെ ഈ ഒരു സറൗണ്ടിങ് ഏരിയാസ് നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് കണ്ടു. വീടിന്റെ എലിവേഷൻ നോക്കിയാൽ സിംഗിൾ സ്റ്റോറി ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. മെയിൻ ആയിട്ട് വൈറ്റ് കളർ പെയിന്റ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ബോർഡർ ലൈനുകളിലൊക്കെ ചെറിയൊരു ഗ്രേ ഷെയ്ഡ് വരുന്നുണ്ട്. മുകൾ ഭാഗത്തൊരു പോർഷനിലും അതുപോലെ തന്നെ നമ്മൾ ആ ദൂരെ നിന്നൊക്കെ നോക്കുമ്പോൾ വീട് കാണുന്ന ആ ഒരു പോർഷനിലും അതിന് താഴേക്ക് വരുന്ന പില്ലറും ഒക്കെ ഭംഗിയായിട്ട് ചെങ്കല്ലിന്റെ ഡിസൈനിൽ ടെക്സ്ചർ വർക്കാണ് കൊടുത്തിരിക്കുന്നത്. വീടിന്റെ എലിവേഷൻ കണ്ടു, സറൗണ്ടിങ് ഏരിയാസ് ഒക്കെ കണ്ടു. നമുക്കിത് നേരെ വീടിന്റെ ബാക്കിയുള്ള വിശേഷങ്ങളിലേക്ക് കടക്കാം. ഗേറ്റ് തുറന്ന് നമ്മൾ നേരെ കടന്നു വരുന്നത് ഈ ഒരു വിശാലമായ മുറ്റത്തേക്കാണ്. കാർ പാർക്കിംഗ് സ്പേസ് നിങ്ങൾ കണ്ടു. നേരെ ചെന്ന് നിൽക്കുമ്പോൾ എൻഡ് ചെയ്യുന്ന ഭാഗത്തെല്ലാം കംപ്ലീറ്റ് ആയിട്ട് കോമ്പൗണ്ട് വാളുകളാണ് കെട്ടിയിരിക്കുന്നത്. ആ ഒരു സൈഡിലൊക്കെ ആയിട്ട് നമുക്ക് വർക്ക് ഏരിയയുടെ സ്പേസ് ആണ് വരുന്നത്. വീടിന്റെ ലെഫ്റ്റ് സൈഡ് നോക്കുവാണെങ്കിൽ ഈ ഒരു ഭാഗത്തേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പകുതിയോളം ഈ ഒരു സ്റ്റോൺസ് തന്നെ വിരിച്ചിട്ട് ബാക്കി കംപ്ലീറ്റ് ആയിട്ട് ഇതുപോലെ ബേബി മെറ്റലാണ് വിരിച്ചിരിക്കുന്നത്. നമുക്ക് കടന്നു പോകാനൊക്കെ ആയിട്ട് നല്ല രീതിയിൽ ആ ഒരു സെറ്റ് ബാക്ക് ഒക്കെ കൊടുത്തിട്ടാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. വീടിനെ ഫേസ് ചെയ്ത് നിൽക്കുമ്പോൾ ലെഫ്റ്റ് സൈഡിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു എൻഡിൽ വന്നിട്ട് ഇവിടുന്ന് ടേൺ എടുത്ത് പോകുമ്പോൾ നമ്മൾ വീടിന്റെ ആ ഒരു ബാക്ക് സൈഡിലൂടെയൊക്കെ കടക്കുമ്പോൾ ഈ ഭാഗത്ത് നല്ല രീതിയിൽ സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെയൊക്കെ ആണെങ്കിലും ബേബി മെറ്റലാണ് വിരിച്ചിരിക്കുന്നത്. വീടിനെ ഫേസ് ചെയ്യുമ്പോൾ ആ ഒരു റൈറ്റ് സൈഡിലൂടെയാണ് നമ്മളിപ്പോൾ തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഭാഗത്തായിട്ടൊക്കെയാണ് നമുക്ക് വർക്ക് ഏരിയ വരുന്നത്. ഈ ഒരു ഭാഗത്തും ചെടികളൊക്കെ നടാനായിട്ട് നല്ല സ്പേസ് ഉണ്ട്. മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് വരുന്നത് ഈ ഭാഗത്തായിട്ടാണ്. വീടിന്റെ സിറ്റ് ഔട്ടിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ബ്ലാക്ക് കളർ ഗ്രാനൈറ്റ് ആണ് സ്റ്റെപ്പുകളിലൊക്കെ വിരിച്ചിരിക്കുന്നത്. നിൽക്കുന്ന ഈ ഒരു ഭാഗത്താണെങ്കിൽ വൈറ്റ് കളറുള്ള ഒരു ടൈലുമാണ് വിരിച്ചിരിക്കുന്നത്. പില്ലർ ഓൾറെഡി പറഞ്ഞു, ടെക്സ്ചർ വർക്കാണ് ചെയ്തിരിക്കുന്നത്. ഈ കാണുന്ന ഭാഗങ്ങളിലൊക്കെ ചെറുതായിട്ട് 1-2 LED ബൾബുകളൊക്കെ ഇട്ടിട്ടുണ്ട്. നമുക്ക് ആ ഒരു ലൈറ്റിന്റെ കണക്ഷൻ ഇന്നിപ്പോൾ വന്ന സമയത്ത് പവറിന്റെ ചില പ്രശ്നം ഉള്ളതുകൊണ്ടാണ് നിങ്ങൾക്ക് ലൈറ്റ് ഓൺ ചെയ്ത് കാണിക്കാൻ പറ്റാത്തത്. മെയിൻ ഡോർ ഈ കാണുന്നതാണ്. കിഴക്കോട്ട് ദർശനമായിട്ടാണ് മെയിൻ ഡോർ വെച്ചിരിക്കുന്നത്. ഈസ്റ്റ് ഫേസിംഗ് ആയിട്ടാണ് വീടിന്റെ മെയിൻ ഡോർ വച്ചിരിക്കുന്നത്. മെയിൻ ഡോർ തുറന്ന് നമ്മൾ നേരെ വന്ന് നിൽക്കുന്നത് ഇവിടുത്തെ ലിവിംഗ് സ്പേസിലേക്കാണ്. ലിവിംഗ് സ്പേസിലേക്ക് എൻട്രി ചെയ്യുമ്പോൾ തന്നെ ഇവിടുത്തെ ഫ്ലോർ നോക്കുവാണെങ്കിൽ വൈറ്റ് കളറിൽ ബ്ലാക്ക് ഡിസൈൻ വരുന്നുണ്ട്. അതുകൂടാതെ ചെറിയൊരു ബ്രൗൺ ഡിസൈൻ കൂടി വരുന്ന ഭംഗിയുള്ളൊരു ടൈലാണ് വിരിച്ചിരിക്കുന്നത്. ഇവിടേക്ക് എൻട്രി ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് 3 വിൻഡോസ് കാണാൻ പറ്റുന്നുണ്ട്. ബാക്കിയുള്ള 2 വിൻഡോസ് വന്നിട്ട് നമ്മുടെ മെയിൻ ഡോറിനടുത്തായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെയൊക്കെ എയർ ഹോൾസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്.
നല്ല വലിയൊരു ഏരിയ തന്നെയാണ് നമുക്ക് ഇവിടെ ലിവിങ്ങിനായിട്ട് കിട്ടുന്നത്. ലിവിങ്ങിൽ നിന്ന് നമ്മൾ നേരെ ഡൈനിങ്ങിലേക്ക് വരികയാണ്. നമുക്ക് ലിവിംഗ് സ്പേസിൽ തന്നെ നിങ്ങൾക്ക് ടി വി യൂണിറ്റ് വെക്കണമെന്നുണ്ടെങ്കിൽ ഈ ഭാഗത്ത് നമുക്ക് വലിയൊരു ബോർഡും അതിനുള്ള പോയിന്റും ഒക്കെ ഇവിടെ വേണമെങ്കിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. ഇവിടുത്തെ അറേഞ്ച്മെന്റ് വെച്ചിരിക്കുന്നത് അനുസരിച്ചിട്ട് ഡൈനിങ് ഹാളിന്റെ ഭാഗത്താണ്. അപ്പൊ നമുക്കുള്ള എളുപ്പം എന്താണെന്ന് വെച്ചാൽ ഡൈനിങ് ഹാളിൽ ഇരിക്കുന്നവർക്കും ടി വി കാണാം, സെയിം ടൈം ഈ ഒരു ലിവിംഗ് സ്പേസിൽ ഇരിക്കുന്നവർക്കും ടി വി കാണാം. ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് ഇവിടുത്തെ ഡൈനിങ് സ്പേസിലാണ്. 8-9 പേരെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന വലിയൊരു സ്പേസ് ആണ് ഡൈനിങ് ഹാളിൽ നമുക്ക് കിട്ടുന്നത്. ഡൈനിങ് ഹാൾ എയർ സർക്കുലേഷന് വേണ്ടിയിട്ട് ഈ ഭാഗത്ത് 3 വിൻഡോസും മുകളിൽ എയർ ഹോൾസും ഇട്ടിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് വാഷ് ഏരിയ വരുന്നത്. ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ചെറിയ വൈറ്റ് ആൻഡ് ബ്ലൂയിഷ് കളർ ഡിസൈൻ വരുന്ന ടൈലാണ് വെച്ചിരിക്കുന്നത്. അതിന് താഴെയായിട്ട് വാഷ് ബേസിൻ വെച്ചിട്ടുണ്ട്. ചെറിയൊരു ഗ്രാനൈറ്റ് പീസിലാണ് വെച്ചിരിക്കുന്നത്. താഴെയുള്ള ഭാഗത്ത് നോക്കിയാൽ കബോർഡുകളായിട്ടൊക്കെ നമുക്ക് തിരിച്ചിരിക്കുന്നത് കാണാൻ പറ്റുന്നുണ്ട്. ഡൈനിങ് ഹാളിന്റെ ഈ കാണുന്ന വോളിലാണ് ഞാൻ പറഞ്ഞത് നമുക്ക് ടി വി വെക്കാനുള്ള പവർ പോയിന്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. കേബിൾ വരാനുള്ള ലൈൻ എല്ലാം ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഫുഡ് കഴിക്കുന്ന സമയത്ത് ഇവരെ ഡൈനിങ് ഹാളിൽ ഇരുന്നാലും ടി വി കാണാം, ആ ഒരു ലിവിംഗിൽ ഇരുന്നാലും ടി വി കാണാവുന്ന രീതിയിലാണ് ഇവിടെ അറേഞ്ച്മെന്റ് കൊടുത്തിരിക്കുന്നത്. ഡൈനിങ്ങിന് അടുത്ത് തന്നെ ആയിട്ടാണ് നമുക്ക് ഓപ്പൺ കിച്ചൺ വരുന്നത്. കിച്ചന്റെ ഒരു കൗണ്ടർ ടോപ്പ് പോർഷൻ ഒക്കെ വന്നിട്ട് ബ്ലാക്ക് കളർ ഗ്രാനൈറ്റിലാണ് ചെയ്തിരിക്കുന്നത്. കിച്ചണകത്തേക്ക് എൻ്റർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ടൈല് നോക്കിയാൽ കാണാം, ആ ഒരു വുഡൻ കളറായിട്ട് ഗ്രിപ്പോട് കൂടിയ ഒരു ടൈലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. കിച്ചന്റെ സറൗണ്ടിങ് ഏരിയാസിലും ഫ്ലോറിന് മാച്ച് ചെയ്ത ഒരു വൈറ്റ് കളർ ടൈല് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. 3 വിൻഡോസ് അവിടെ വരുന്നുണ്ട്. കിച്ചൺ നിറയെ ക്യാബിനറ്റ്സ് ആണ് ചെയ്തിരിക്കുന്നത്. മുകൾ ഭാഗത്തും സൈഡിലും എല്ലായിടത്തുമായിട്ട് കിച്ചൺ ക്യാബിനറ്റ്സ് കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ നമ്മൾ കിച്ചണിലേക്ക് എൻ്റർ ചെയ്യുന്ന ആ പോർഷനിലൊക്കെ LED ബൾബുകളും കൂടെ കൊടുത്തിട്ടുണ്ട്. കിച്ചൺ ക്യാബിനറ്റ്സ് ഒക്കെ നോക്കുവാണെങ്കിൽ മൾട്ടിവുഡിലെ വൈറ്റ് ആൻഡ് ഗ്രേ കളർ കോമ്പിനേഷനിലാണ് കൊടുത്തിരിക്കുന്നത്. നീളത്തിലുള്ള വലിയൊരു കിച്ചൺ സ്ലാബ് ഉണ്ട്. അത് നമുക്ക് ബ്ലാക്ക് കളർ ഗ്രാനൈറ്റിലാണ് ചെയ്തിരിക്കുന്നത്. സിങ്കും പൈപ്പ് കണക്ഷനും വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. കിച്ചന്റെ സ്ഥാനം നോക്കുവാണെങ്കിൽ നോർത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ടാണ് വരുന്നത്. വടക്ക് കിഴക്ക് ഭാഗത്താണ് കിച്ചന്റെ സ്ഥാനം വരുന്നത്. നമുക്ക് കിഴക്കോട്ട് ഫേസ് ചെയ്ത് നിന്നിട്ട് പാചകം ചെയ്യാവുന്ന രീതിയിൽ വാസ്തുപരമായിട്ട് തന്നെയാണ് കിച്ചൺ നിർമ്മിച്ചിരിക്കുന്നത്. ഈ ഒരു കിച്ചന്റെ ഡോർ തുറന്ന് നമ്മൾ നേരെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമുക്കൊരു വർക്ക് ഏരിയ സ്പേസ് ഇവിടെ കിട്ടുന്നുണ്ട്. ഭംഗിയായിട്ടുള്ള ഡിസൈനിലുള്ള ടൈലുകളൊക്കെയാണ് ഫ്ലോറിൽ വിരിച്ചിരിക്കുന്നത്. കംപ്ലീറ്റ് ആയിട്ട് സൈഡിലും മുകളിലും എല്ലാം കവർ ചെയ്തിട്ട് നല്ലൊരു വർക്ക് ഏരിയ സ്പേസ് കിട്ടുന്നുണ്ട്. ഈ ഭാഗത്തായിട്ട് നമുക്ക് ചെറിയൊരു സ്ലാബ് ഫെസിലിറ്റിയും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. താഴെയൊക്കെ സ്പേസ് ഉണ്ട്, വേണമെങ്കിൽ നമുക്ക് കവർ ചെയ്തും കൂടെ എടുക്കാവുന്നതാണ്. വാഷിംഗ് മെഷീൻ വെക്കാനായിട്ട് ഇവിടെയാണ് നമുക്ക് അതിനുള്ള അറേഞ്ച്മെന്റ് ഒക്കെ കൊടുത്തിരിക്കുന്നത്. പൈപ്പ് ലൈനും വേസ്റ്റ് വാട്ടർ ലൈനും എല്ലാം ഇവിടെ തന്നെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തേക്കൊക്കെ നമ്മൾ ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഡോർ വെച്ചിട്ടുണ്ട്. പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെയൊക്കെ നല്ല സ്പേസ് ഉണ്ട്. അതുകൂടാതെ ഇവിടെ നിന്ന് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് നിങ്ങൾക്ക് കാണാം. ഹാൻഡ് റെയിൽസ് ഒക്കെ വന്നിട്ട് നമുക്ക് GA പൈപ്പിൽ ചെയ്തിട്ടുണ്ട്. കോൺക്രീറ്റ് ചെയ്തിട്ടാണ് സ്റ്റെപ്പ് ചെയ്തിരിക്കുന്നത്. ഒരു നല്ല വീടായതുകൊണ്ട് നമുക്ക് ടെറസ് പ്രത്യേകിച്ച് കാണിക്കാനില്ല, ഓപ്പൺ ആയിട്ടാണ് ടെറസ് കിടക്കുന്നത്. കിച്ചൺ കണ്ടതിന് ശേഷം തിരിച്ച് ഞാൻ വീണ്ടും ഇവിടുത്തെ ഡൈനിങ് ഹാളിലാണ് നിൽക്കുന്നത്. നമുക്കിവിടെ 3 ബെഡ്റൂമുകളാണ് ഉള്ളത്. ഞാൻ നിൽക്കുന്നതിന്റെ റൈറ്റ് സൈഡിൽ ഒരു ബെഡ്റൂമും ഇവിടെ 2 ബെഡ്റൂമുകളും കാണാനുണ്ട്. ഇവിടെ നമുക്കൊരു കോമൺ ബാത്റൂമും കിട്ടുന്നുണ്ട്. ഗസ്റ്റ് ഒക്കെ വരുന്ന സമയത്ത് യൂസ് ചെയ്യാനായിട്ട് ഒരു കോമൺ ടോയ്ലറ്റ് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ബാത്റൂമിനകത്ത് നോക്കുവാണെന്നുണ്ടെങ്കിൽ വൈറ്റ് ആൻഡ് ഗ്രേ കളർ കോമ്പിനേഷനിലാണ് ടൈലുകളൊക്കെ കൊടുത്തിരിക്കുന്നത്. കോമൺ ബാത്റൂം അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ട് പ്രോപ്പർ ആയിട്ട് വെന്റിലേഷൻ ഒക്കെ കൊടുത്തിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇവിടുത്തെ 1ാമത്തെ ബെഡ്റൂം ആണ് ഈ കാണാൻ പോകുന്നത്. ഈ രീതിയിലാണ് ഡോറിന്റെ ഡിസൈനും പാറ്റേണും ഒക്കെ വരുന്നത്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂം ആണ് നമുക്കിവിടെ കിട്ടുന്നത്. വലിയ ബെഡ്റൂം തന്നെയാണ്. വിൻഡോസ് നോക്കുവാണെങ്കിൽ ഈ ഭാഗത്ത് 3 വിൻഡോസും ഇവിടെ 3 വിൻഡോസും 2 സൈഡിലും പ്രോപ്പർ ആയിട്ട് എയർ ഹോൾസും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ബെഡ്റൂം ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഡോറിന്റെ ഡിസൈൻ വരുന്നത് ഇങ്ങനെയാണ്. ബാത്റൂമിനകത്ത് നോക്കുവാണെങ്കിൽ വൈറ്റ് ആൻഡ് ഒരു ബ്ലൂയിഷ് കളർ കോമ്പിനേഷനിലാണ് വോൾ ടൈലുകൾ കൊടുത്തിരിക്കുന്നത്. ഫ്ലോറിൽ നോക്കുവാണെങ്കിൽ ബ്ലാക്ക് കളർ ടൈലുമാണ് കൊടുത്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം നമ്മൾ കണ്ടു കഴിഞ്ഞു. അതിനുശേഷം നമ്മൾ വീണ്ടും ഇവിടുത്തെ ഡൈനിങ് സ്പേസിലേക്ക് വരികയാണ്. ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മളൊരു കോമൺ ബാത്റൂം പറഞ്ഞത്. ഇത് നമ്മൾ 2ാമത്തെ ബെഡ്റൂം ആണ് കാണാൻ പോകുന്നത്. ഇവിടെയായിട്ടാണ് 2ാമത്തെ ബെഡ്റൂം വരുന്നത്. ഒരു ചെറിയ ബെഡ്റൂം ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ 3 വിൻഡോസും ഈ ഭാഗത്ത് 2 വിൻഡോസും ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. റൂമിന്റെ മുകളിലൊക്കെ നോക്കിയാൽ നമുക്ക് എല്ലാം ലൈറ്റൊക്കെ ഇടാനുള്ള പോയിന്റ്സ് കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. എയർ ഹോൾസും ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ 2 ബെഡ്റൂമുകൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് ഫൈനൽ ആൻഡ് 3rd ബെഡ്റൂം ആണ് കാണേണ്ടത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് 3ാമത്തെ ബെഡ്റൂം വരുന്നത്. നേരത്തെ കണ്ട ബെഡ്റൂം പോലെ തന്നെ നല്ല വലുപ്പത്തിൽ തന്നെയാണ് ഈ ഒരു ബെഡ്റൂമും ചെയ്തിരിക്കുന്നത്. സ്ട്രേറ്റ് നോക്കുമ്പോൾ തന്നെ നമുക്ക് 3 വിൻഡോസും അതിന് മുകളിലായിട്ട് എയർ ഹോൾ ഫെസിലിറ്റിയും പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് കാണാൻ പറ്റുന്നുണ്ട്. ചെറിയ ബഡ്ജറ്റിലുള്ള ക്യൂട്ട് ആയ ഒരു വീടിന്റെ വിശേഷങ്ങളാണ് ഇന്ന് മാർബിൾ ഹോംസ് നിങ്ങളെ പരിചയപ്പെടുത്തിയത്.
ഇന്ന് നിങ്ങൾ മാർബിൾ ഹോംസിലൂടെ പരിചയപ്പെട്ട വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ കാഞ്ഞിരമറ്റം കീച്ചേരി എന്ന് പറയുന്ന സ്ഥലത്താണ്. ചാലക്കപ്പാറ ബസ് റൂട്ടിൽ നിന്ന് നമുക്ക് 1 കിലോമീറ്റർ ആണ് വീട്ടിലേക്കുള്ള ദൂരം വരുന്നത്. നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ ഭംഗിയുള്ളൊരു വീടാണ് നിങ്ങൾ പരിചയപ്പെട്ടത്. ഡീറ്റെയിൽസ് നോക്കുവാണെങ്കിൽ 6.5 സെന്റ് ലാൻഡിൽ 1200 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂമോട് കൂടിയിട്ടാണ് ഈ കാണുന്ന വീട് ചെയ്തിരിക്കുന്നത്. 6.5 സെന്റിൽ 1200 സ്ക്വയർ ഫീറ്റിൽ 3 BHK ആയിട്ടാണ് ഈ കാണുന്ന വീട് ചെയ്തിരിക്കുന്നത്. 6 കാറുകൾക്ക് വരെ 6 കാർസിന് വരെ നമുക്ക് കാർ പാർക്കിംഗ് സ്പേസ് ആണ് ഈ ഒരു വീട്ടിൽ നമുക്ക് കിട്ടുന്നത്. നല്ല ഭംഗിയുള്ളൊരു വീടാണ്. സിംഗിൾ സ്റ്റോറി ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. 3 ബെഡ്റൂമുകളുണ്ട്, സൗകര്യങ്ങളെല്ലാം ഉണ്ട്. കാം ആൻഡ് ക്വയറ്റ് ആയ നല്ലൊരു ലൊക്കേഷനിലാണ് വീട് സ്ഥിതി ചെയ്യുന്നത്. ഓണർ വീടിന് ചോദിക്കുന്ന പ്രൈസ് 34 ലക്ഷം രൂപയാണ്. 34 ലാക്സ് എന്നുള്ള ഇതിന്റെ പ്രൈസ് ഫൈനൽ പ്രൈസ് ആണ്. ഇതൊരു നെഗോഷ്യബിൾ പ്രൈസ് അല്ല. നിങ്ങൾക്കറിയാം, ഇത്രയും സെന്റ് സ്ഥലവും ഇങ്ങനെ ഒരു വീടും കൂടെ ഈ ഒരു റേറ്റിൽ കിട്ടുക എന്ന് പറഞ്ഞാൽ നമുക്ക് വേറൊരു സ്ഥലത്തും കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അപ്പം ഈ ഒരു റേറ്റിൽ ഈ ഒരു വീടിന് ഡിമാൻഡ് കൂടുതലാണ്. 34 ലക്ഷം രൂപയ്ക്ക് ഈ വീട് സ്വന്തമാക്കാനുള്ള അവസരം മാർബിൾ ഹോംസിലൂടെ മാത്രമാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. അതുകൊണ്ട് സമയം ഒട്ടും കളയരുത്. വീഡിയോ കണ്ടാൽ ഉടനെ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറുകളിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ വിളിക്കുക. ഇതുപോലെ മനോഹരമായ വീടുകളുടെ വിശേഷങ്ങളുമായി മാർബിൾ ഹോംസിലൂടെ ഇനിയും കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.